വാട്സാപ്പ് വളരെ ശക്തമായ ഒരു കേസാണ് ബിൽഡ് ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു അസംഷൻ എടുക്കാം. കോടതി ഇന്ത്യ ഗവൺമെന്റിന്റെ വാദം അംഗീകരിച്ചു എന്ന് വെക്കുക. എന്താകും അടുത്തത്? അങ്ങനെ സംഭവിച്ചാൽ ഒന്നുകിൽ വാട്സാപ്പിന് ഇന്ത്യൻ നിയമം അനുസരിക്കേണ്ടി വരും. അവർക്ക് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിലും ഈ വിഷയം ഉയർന്നു വരും. അടുത്തപടി ഒരു പക്ഷേ ഐഫോൺ പോലുള്ള ഫോണുകൾക്കും ഈ ഒരു ഗതി വന്നു ചേരാം. അല്ലെങ്കിൽ വാട്സാപ്പിന് ഇന്ത്യ വിട്ടുപോകേണ്ടി വരും. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കുറച്ച് നാളുകളായി ഭാരത സർക്കാരും വാട്സാപ്പും തമ്മിൽ നടക്കുന്ന യുദ്ധം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? വാട്സാപ്പ് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ കളി മതിയാക്കി ഞങ്ങൾ ഇന്ത്യ വിട്ടു പോവുകയാണ് എന്ന്. എന്താണ് ഇങ്ങനെ പറയുവാൻ വാട്സാപ്പിനെ പ്രേരിപ്പിച്ചത്? വാട്സാപ്പ് ആകട്ടെ മറ്റ് സോഷ്യൽ മീഡിയ ആകട്ടെ ഭാരതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഭാരതത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാകണം അവർ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതേ സ്ഥാനത്ത് വാട്സാപ്പിൻ്റെ നിലപാടോ, ഞങ്ങൾക്ക് ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ പ്രയാസമാണ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാധിക്കില്ല എന്ന്. ഈ വിഷയത്തിൽ ഏറ്റവും പുതിയ ട്വിസ്റ്റ് വന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഡൽഹി ഹൈക്കോടതിയോട് വാട്സാപ്പ് പറയുന്നു, എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുവാൻ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഓപ്പറേഷൻസ് അടച്ചു പൂട്ടേണ്ടി വരും എന്ന്. എന്താണ് വാട്സാപ്പിൻ്റെ പ്രോബ്ലം? എന്താണ് ഇന്ത്യയുടെ പ്രോബ്ലം? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കൂട്ടരും പരസ്പരം തല്ലുകൂടുന്നത്? എന്താണ് കാരണങ്ങൾ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ത്യയിൽ നമുക്കറിയാം, വാട്സാപ്പ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായ ഒന്നാണ്. എല്ലാ മൊബൈൽ യൂസറിൻ്റെ ഫോണിലും വാട്സാപ്പ് ഉണ്ടാകും. ആദ്യം മെസ്സേജ് ചെയ്യുവാനുള്ള ഒരു ആപ്പ് എന്ന നിലയിൽ ആരംഭിച്ച ഈ ആപ്പ് പിന്നീട് ചാറ്റിങ്, പിന്നീട് കോളിങ്, പിന്നീട് വീഡിയോ കോളിങ്, അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റായി ഉപഭോക്താവിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് സത്യം. ആ വാട്സാപ്പാണ് ഇന്ത്യ വിട്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 53,58,00,000 ഇന്ത്യക്കാരാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് തൊട്ടു താഴെ ബ്രസീലിൽ 13,93,00,000 പേരും, അതിനും താഴെ അമേരിക്കയിൽ ഇത് വെറും 9,80,00,000 പേരുമാണ് ഉപയോഗിക്കുന്നത്. വാട്സാപ്പ് ചൈനയിലാണെങ്കിൽ നിരോധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വാട്സാപ്പ് യൂസേഴ്സ് ഇന്ത്യക്കാരാണ്. അങ്ങനെയുള്ള വാട്സാപ്പ് ഡൽഹി ഹൈക്കോടതിയോട് പറഞ്ഞു, മെസ്സേജുകളുടെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുവാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വാട്സാപ്പിൻ്റെ എല്ലാ ഓപ്പറേഷനും അടച്ചു പൂട്ടേണ്ടി വരും എന്ന്. വാട്സാപ്പിൻ്റെ വക്കീൽ തേജസ് കാര്യയാണ് ഇക്കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹനും ജസ്റ്റിസ് മൻമീത് പ്രീത് സിംഗ് അറോറയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനോട് ബോധിപ്പിച്ചത്. അതായത് വാട്സാപ്പിലെ എല്ലാ മെസ്സേജുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് വാട്സാപ്പ് ഈ പറയുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ? നിങ്ങൾ വാട്സാപ്പ് മെസ്സഞ്ചറിൽ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുമ്പോഴാണ് വാട്സാപ്പിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉപയുക്തമാകുന്നത്. മെസ്സഞ്ചറിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കും മാത്രമേ നിങ്ങൾ തമ്മിലുള്ള ചാറ്റ് വായിക്കുവാനും കേൾക്കുവാനും ആവുകയുള്ളൂ. ഇടയിലുള്ള ആർക്കും ഈ ചാറ്റ് വായിക്കുവാനോ കേൾക്കുവാനോ കഴിയില്ല. എന്തിന്? വാട്സാപ്പിന് പോലും അത് കാണുവാനോ കേൾക്കുവാനോ കഴിയില്ല. ഇതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ ഓരോരോ ഹൈക്കോടതിയിലും വാട്സാപ്പും വാട്സാപ്പിൻ്റെ പേരൻ്റ് കമ്പനിയുമായ ഫേസ്ബുക്കും അവർ രണ്ടുപേരും ചേർന്ന് ഇന്ത്യയിലെ തന്നെ ചില നിയമങ്ങളുടെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് കുറച്ച് പെറ്റീഷൻസ് മൂവ് ചെയ്തിരുന്നു. ഏതാണ് ആ നിയമം എന്ന് ചോദിച്ചാൽ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് 2021 ആണ് ആ നിയമം. ഈ ഒരു നിയമം അനുസരിച്ചല്ല വാട്സാപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ നിയമം അനുശാസിക്കുന്നത്? മെസ്സേജിംഗ് ആപ്പുള്ള സോഷ്യൽ മീഡിയ ഇടനിലക്കാർ അവിടെ നടക്കുന്ന ചാറ്റുകൾ ട്രേസ് ചെയ്യുവാനും അതുപോലെ ആ ചാറ്റ് ഒറിജിനേറ്റ് ചെയ്ത ഫസ്റ്റ് ഒറിജിനേറ്റർ ആരാണെന്ന് കണ്ടെത്തുവാനുമുള്ള ഇൻഫർമേഷൻ ഒരു കോടതി ഉത്തരവുണ്ടായാൽ നൽകണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വാട്സാപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്ന ഒരു ചാറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എവിടെ നിന്നാണ് ആ ചാറ്റ് ആദ്യം ആരംഭിച്ചത്, അല്ലെങ്കിൽ ആ ചാറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് നമുക്കറിയുവാൻ ഒരു വഴിയുമില്ല.
ഫോർവേഡഡ് എന്നോ അല്ലെങ്കിൽ ഫോർവേഡഡ് മെനി ടൈംസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ആ ചാറ്റ് നമ്മൾ കാണുക. നമുക്കും അറിയില്ല ആരാണ് ആ ചാറ്റിൻ്റെ ഉടമസ്ഥൻ എന്ന്. അപ്പോൾ ഒറിജിനേറ്ററിനെ കണ്ടുപിടിക്കണം എങ്കിൽ നമ്മൾ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണം. എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈവസി ബ്രേക്ക് ചെയ്യുക എന്നാണ് അർത്ഥം. ഇതാണ് വാട്സാപ്പ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു വാദം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, എന്താണ് അവർ പറഞ്ഞത്? വാട്സാപ്പ് നേരത്തെ തന്നെ യൂസർ ഡേറ്റ മൈൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവസിയുടെ രക്ഷകന്മാരാണ് ഞങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പറയേണ്ട എന്നുമായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇന്ത്യയിൽ പലയിടങ്ങളിലായി കൊടുത്തിട്ടുള്ള എല്ലാ കേസുകളും ക്ലബ് ചെയ്ത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഇനി വീണ്ടും ഓഗസ്റ്റിൽ കേസ് ഡൽഹി ഹൈക്കോടതി കേൾക്കും. ഇത് യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു സങ്കീർണമായ പ്രശ്നമാണ്. ഒരു വശത്ത് റൈറ്റ് ഓഫ് പ്രൈവസി, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന്. മറുവശത്തോ നാഷണൽ ഇൻട്രസ്റ്റ്. ഫേക്ക് ന്യൂസ് പബ്ലിക് ഓർഡറിനെ സ്വാധീനിക്കുമ്പോൾ അത് ഒരു സാമൂഹ്യ സുരക്ഷാ പ്രശ്നങ്ങൾക്കും സോഷ്യൽ അൺട്രസ്റ്റിനും കാരണമായാൽ, അതുപോലെ തന്നെ അത് നമ്മുടെ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞാൽ എന്താകും അവസ്ഥ? കേരളത്തിൽ തന്നെ നമുക്കറിയാം വാട്സാപ്പിലൂടെ ഹർത്താൽ ആഹ്വാനം ചെയ്ത് നടപ്പാക്കിയ സംഘടനകളുണ്ട് എന്ന്. അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തേണ്ടി വരില്ലേ? എന്തൊക്കെയാണെങ്കിലും അക്കൗണ്ടബിലിറ്റി നിർബന്ധമാണ്. കോടതികൾ എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്നാണ്. അർത്ഥം സ്റ്റേറ്റിന് വേണമെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അതിന്മേൽ ഇമ്പോസ് ചെയ്യാമെന്ന്. ഇവിടുത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ IT നിയമങ്ങൾ ആ ഒരു അളവുകോലിനെ മാനിക്കുന്നുണ്ടോ? മറ്റൊരു അർത്ഥത്തിൽ ചോദിച്ചാൽ ഈ ഉയർത്തുന്ന റിസ്ക് ബെനഫിറ്റിനെ ഔട്ട്വെയ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇതാണ് കോടതികൾ കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യം. കോടതി ചോദിച്ച മറ്റൊരു കാര്യം, മറ്റ് രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ലോകത്തെ മറ്റൊരു രാജ്യവും ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയിട്ടില്ല എന്നാണ് വാട്സാപ്പ് കോടതിയിൽ പറഞ്ഞത്. ചില രാജ്യങ്ങളിൽ സമാനമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ FBI ഇങ്ങനെ ഒരു വിഷയം ഐഫോണിനെതിരെ ഉയർത്തിയിരുന്നു. ചില സംശയകരമായ സാഹചര്യങ്ങളിൽ ഐഫോൺ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വ്യവഹാരങ്ങൾ തന്നെ അവിടെ നടക്കുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെ ഈയിടെ കേജ്രിവാളിൻ്റെ ഐഫോൺ അദ്ദേഹം തുറന്നു കൊടുക്കാത്ത സാഹചര്യത്തിൽ അത് തുറന്നു കൊടുക്കുവാൻ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ വിസമ്മതിച്ചതും എല്ലാം നമുക്കറിയാം. അവിടെയും ഉയർത്തിയ വാദം പ്രൈവസി തന്നെയായിരുന്നു. വാട്സാപ്പ് വളരെ ശക്തമായ ഒരു കേസാണ് ബിൽഡ് ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു അസംഷൻ എടുക്കാം. കോടതി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വാദം അംഗീകരിച്ചു എന്ന് വയ്ക്കുക. എന്താകും അടുത്തത്? അങ്ങനെ സംഭവിച്ചാൽ ഒന്നുകിൽ വാട്സാപ്പിന് ഇന്ത്യൻ നിയമം അനുസരിക്കേണ്ടി വരും. അവർക്ക് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിലും ഈ വിഷയം ഉയർന്നു വരും. അടുത്തപടി ഒരു പക്ഷേ ഐഫോൺ പോലുള്ള ഫോണുകൾക്കും ഈ ഒരു ഗതി വന്നു ചേരാം. അല്ലെങ്കിൽ വാട്സാപ്പിന് ഇന്ത്യ വിട്ടുപോകേണ്ടി വരും. പക്ഷേ അതിന് വാട്സാപ്പ് തയ്യാറാകുമോ? ലോകത്ത് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. ഏകദേശം $100 കോടി ഇന്ത്യയിൽ നിന്നും വാട്സാപ്പിന് ലഭിക്കുന്ന വരുമാനം. അത് ഉപേക്ഷിച്ചിട്ട് വാട്സാപ്പ് ഇന്ത്യയിൽ നിന്നും ഓടിപ്പോകുമോ? ഇതൊരു $1 ബില്യൺ ചോദ്യമാണ്. ചെറിയ കാര്യമല്ല. ലോകത്ത് സകല രാജ്യങ്ങളും ഈ ഒരു കേസ് ഉറ്റുനോക്കുന്നുണ്ട്. എന്താകും ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.